ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു 4 മണി പലഹാരമാണ് ചെയ്യുന്നത്. കോഴിക്കാൽ. ഇത് തലശ്ശേരിൻ്റെ ഒരു സ്പെഷ്യൽ 4 മണി പലഹാരമാണ്. കോഴിക്കാൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചിക്കൻ കൊണ്ടാണ് ചെയ്യുന്നത്. ഇതിന് ചിക്കനൊന്നുമല്ല യൂസ് ചെയ്യുന്നത്, കപ്പ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പ്യുവർലി വെജിറ്റേറിയൻ ആണ്. അപ്പോൾ നമ്മൾ തലശ്ശേരിക്കാരെ പ്രിയപ്പെട്ട കോഴിക്കാൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. കോഴിക്കാൽ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കപ്പ 2 മീഡിയം സൈസ് കപ്പ നീളത്തിൽ അരിഞ്ഞു വെച്ചത്, 1 പിടി മല്ലിയില, 1 പിടി കറിവേപ്പില, 1 തണ്ട് പുതിനയില, 4 വെളുത്തുള്ളി, 1/4 കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. ആദ്യമായിട്ട് നമുക്ക് കപ്പ നീളത്തിൽ അരിഞ്ഞെടുക്കാം. കപ്പ നമ്മളിങ്ങനെ നീളത്തിൽ അധികം കനയില്ലാണ്ട് അരിഞ്ഞെടുക്കുക. അപ്പം നമ്മളെ കപ്പ മുറിച്ച് തയ്യാറായിട്ടുണ്ട്. കോഴിക്കാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി പക്കോടക്കെല്ലാം മിക്സ് ചെയ്യുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കിഴങ്ങ് ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് 1 പിടിയുള്ള മല്ലിയില, കറിവേപ്പില, പുതിനയില, ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾ പൊടി ചേർക്കുക. ഇനി നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ വീണ്ടും മിക്സ് ചെയ്യുക. അവസാനം നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുക. മൈദ നമ്മൾ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വേണം മൈദ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മൈദേൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴിക്കാൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ കോഴിക്കാൽ പൊരിക്കാൻ വേണ്ടി ഇടുന്നത്. നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കണം, എല്ലാം ഇതും ഒട്ടി നിൽക്കണം നന്നായിട്ട്. അപ്പോൾ ഇപ്പോൾ ഉതിർന്ന് പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഇതിങ്ങനെ നിൽക്കുന്നുണ്ടോ, നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. മൈദ ഇടുമ്പോൾ മൈദ കട്ട പിടിച്ചു പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുഴച്ച് കഴിഞ്ഞാൽ അങ്ങനെ കട്ടാണ്ട് കിട്ടും. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ നമ്മൾ ആവശ്യത്തിന് പൊരിക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അത് നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇടുക. മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇങ്ങനെ നീളത്തിൽ ഒരു കാലിൻ്റെ ഷേപ്പിൽ തന്നെ നീളത്തിൽ പിടിച്ചിട്ട് നമ്മൾ ഈ തിളച്ച എണ്ണയിലേക്ക് ഉരുട്ടിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ഒരു സൈഡ് പൊരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നന്നായി പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബബിൾസ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ ഊറ്റിയെടുക്കാം. അപ്പോൾ ഈ ബബിൾസ് ഇപ്പം നന്നായി കുറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഇതിലെ വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ടെന്നാണ്, നന്നായി വെന്തിട്ടുണ്ടെന്ന്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. നമ്മുടെ രുചികരമായ കോഴിക്കാൽ തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ഇളം ചൂട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം.